ഹലോ ഗൈസ്, ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, ഇന്നലെയാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പൊ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദീപകിന്റെ മരണം, യുവതി ചിത്രീകരിച്ചത് 7ഓളം വീഡിയോകൾ. പോലീസിൽ പരാതി നൽകാതെ വീഡിയോ പ്രചരിപ്പിച്ചു. ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് ആണ് നമ്മളിപ്പോ വായിച്ചത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അവൾ 7 വീഡിയോ ആണ് ചിത്രീകരിച്ചത്. അതിനുശേഷം അവളത് പോലീസുകാരോട് ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ പ്രചരിപ്പിച്ചത്. എന്നിട്ട് അവൾ പറഞ്ഞത് എന്തുവാ, ഞാൻ പോലീസിൽ പരാതി നൽകിയെന്നൊക്കെയാ പറഞ്ഞത്. എല്ലാം നുണയാണ്. അവള് റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. അതുകൊണ്ട് എന്താ, ഒന്നും അറിയാത്തൊരു പാവത്തിന്റെ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ടു. ഇനി പറയാനുള്ളത്, ഇനി ഇവക്ക് കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ ഇവൾക്ക് കിട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. ഇവള് പുറത്തിറങ്ങിയാൽ ജനങ്ങൾ പബ്ലിക്കായിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലും. കാരണം അങ്ങനെയല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇനി ഒരുത്തി ഇമാതിരി അപരാധിത്തരങ്ങൾ കാണിക്കരുത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഷിംജിത ഇനി ഉണ്ടാവരുത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സഹോദരന്റെ ജീവൻ ഇവള് കാരണം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഇവളെ ഒരു കാരണവശാലും പുറത്തു വിടരുത്. ഇവക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഇവക്ക് കിട്ടണം. അതോടൊപ്പം ആ കുടുംബത്തിന് നീതി ലഭിക്കണം.